ഹായ് കൂട്ടുകാരെ, ഇന്ന് ലഞ്ചിന് ഒരു പുതിന റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ടുള്ള പുതിന റൈസ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. റൈസ് ഉണ്ടാക്കാൻ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പുതിന റൈസ് ഉണ്ടാക്കാൻ പോകുന്നു. പുതിന റൈസ് ഉണ്ടാക്കുന്നതിന് നമ്മൾക്ക് പുതിനയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ നമ്മൾ മിക്സിയിൽ അരയ്ക്കുക. അരച്ച ശേഷമാണ് നമ്മളിതിൽ വഴറ്റുന്നത്. ഇതൊക്കെയാണ് അരയ്ക്കേണ്ട സാധനങ്ങൾ. ഓക്കെ, നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ആദ്യം ഗ്യാസ് പൊളിച്ച ശേഷം കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് നെയ്യും 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, നല്ല ജീരകം, പെരുംജീരകം ഇത്രയും സാധനങ്ങൾ നമ്മളിട്ട് പൊട്ടിക്കുകയാണ്. നമ്മൾ പെരുംജീരകവും കറുവപ്പട്ടയും ഗ്രാമ്പുവും കൂടെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് നമ്മളത് വഴറ്റുകയാണ്. വഴറ്റിയ ശേഷം നമ്മളിട്ട് കൊടുക്കേണ്ടത് സവാളയാണ്. ഒരു 1.5 സവാളയുണ്ട് സ്ലൈസ് ചെയ്തത്. വഴറ്റി കൊടുക്കാം. ഇതിൽ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർക്കുന്നത് കൊണ്ട് ഒരുപാട് നെയ്യിൻ്റെ കൊഴുപ്പ് നമുക്കുണ്ടാവില്ലല്ലോ. നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. വഴറ്റി ഒരുപാട് ബ്രൗൺ ആവണ്ട. കുറച്ച് സവാള ഒരുവിധം നിറം മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പുതിന അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പുതിന അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുതിന വഴറ്റി കഴിഞ്ഞ സമയത്താണ് നമുക്ക് അടുത്തത് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്. സിമ്മിൽ വെച്ച് നമുക്ക് വഴറ്റാം. സിമ്മിൽ വെച്ച് വഴറ്റിയ ശേഷം അടുത്ത നമുക്ക് അരി ചേർത്താൻ പച്ചരിയാണ് ചേർത്തിട്ടുള്ളത്. പച്ചരിയാണ് പുതിന റൈസിന് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പച്ചരിയാണ് അത് കുതിർത്തിയത്. അത് നമ്മളിതിൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ അരി നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ പുതിന റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരി വഴറ്റി ഈ തക്കാളിയും സവാളയുടെ അതിൻ്റെ ഒപ്പം അരി വഴറ്റിയതാണ്. അതിൽ കൂടെ മഞ്ഞൾപ്പൊടി കൂടെ ഇടണം. മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. 2 മിനിറ്റ് വഴറ്റുക.
സിമ്മിൽ വെച്ചിരിക്കണം. ഗ്യാസ് സിമ്മിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. 2 മിനിറ്റ് വഴറ്റുക. ഇതിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. സവാളയും ടൊമാറ്റോ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷം ഈ ഒരു കപ്പിനാണല്ലോ നമ്മൾ അരി എടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ ഈ കപ്പിന് നല്ല ചൂടുവെള്ളമാണ്. 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ നമ്മൾ 1 വിസിൽ വരുന്നവരെ വയ്ക്കാം. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിയ ശേഷം നമുക്ക് അടച്ച് വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇതിൽ കുറച്ച് ഉപ്പിട്ട ശേഷം ഇളക്കി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇനി ഇത് 1 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വന്നു. നമ്മളിത് ഓഫ് ചെയ്ത് വെക്കാൻ പോകുന്നു. കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റീം പോയ ശേഷം നമുക്കിത് തുറന്നിട്ട് നോക്കാം. കുക്കർ ആവി പോയിട്ടുണ്ട്. കുക്കറിൻ്റെ ആവി പോയിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കാം. നമ്മളിത് തണുത്ത ശേഷം ഈ അരികളെല്ലാം വിട്ട് ഇങ്ങനെ ശരിയായിട്ട് കിട്ടും. സിമ്പിളായിട്ട് ഇങ്ങനെ മീൻ റൈസ് നമുക്ക് ഉണ്ടാക്കാം. പുതിന റൈസ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ പുതിന റൈസ് എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ഒക്കെ എൻ്റെ കുക്കിംഗ് റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.